റൗണ്ട് ട്രിപ്പ് ഒരു 150 കിലോമീറ്റേഴ്സ്. എത്ര ടൈം എടുക്കും? പോയി വരാൻ ഒരു 4 hours ഉണ്ടാവും നമുക്ക് റൈഡ്. റൈഡിങ് വൈബൊക്കെ എങ്ങനെയുണ്ടാവും? സ്മൂത്ത് ഹൈവേ, ഹിൽ റൈഡ് ഉണ്ടാവും വിത്ത് കർവ്സ്. നല്ല പീസ്ഫുൾ റൈഡായിരിക്കും വിത്ത് എ പിഞ്ച് ഓഫ് സ്പിരിച്വാലിറ്റി. ഓ ഫൈനലി ഏതാ പ്ലേസ്? ദേവരായണ ദുർഗ, ചുരുക്കി പറഞ്ഞ ഡിഡി ഹിൽസ് നിയർ ടു ബാംഗ്ലൂർ. സോ വെൽക്കം ടു അവർ റൈഡ് വ്ളോഗ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ് മാത്രമല്ല, ഫസ്റ്റ് റൈഡും കൂടെയാണ് ഒരുമിച്ച്. ഞങ്ങൾ പോയത് ദേവരായണ ദുർഗ, അതായത് ഡിഡി ഹിൽസിലേക്കാണ്. സോ ഈ റൈഡിൽ ഞാൻ ഓടിച്ചിരുന്നത് ഒരു റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 ആണ്. ആൻഡ് എൻ്റെ വൈഫ് ജോയിൻ ചെയ്തിരുന്നു, ഹൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം ജോയിനിങ് ആസ് എ പില്ലൻ വിത്ത് മീ. സോ ഇത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് ഞങ്ങൾക്ക്. ആൻഡ് ഈ വ്ളോഗിൽ ഞങ്ങൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഡീറ്റെയിൽസ്, ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, ഞങ്ങൾ എടുത്ത പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു, പിന്നെ അവിടെ ലൊക്കേഷൻ പോയപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ്, സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ എക്സ്പെൻസ്, ഈ ടൂൾ ഞങ്ങൾ യൂസ് ചെയ്ത ടൂൾസ് ആൻഡ് റിസോഴ്സ് കാര്യങ്ങളൊക്കെയാണ്. സോ റെഡിയല്ലേ? ഈ റൈഡിൽ അങ്ങനെ പോകുന്ന വഴി നമ്മുടെ 2 ഫ്രണ്ട്സ് കൂടെ ജോയിൻ ചെയ്തിരുന്നു. അവർ വന്നിരുന്നത് ഒരു TVS റോണിലാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒന്ന് DD ഹിൽസ്, അവിടെയുള്ള യോഗ നരസിംഹ ടെമ്പിൾ, DD ലേക്ക് വ്യൂ പോയിന്റ്, പിന്നെ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റും. ഞങ്ങളെടുത്ത റൂട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള വിദ്യാരണ്യപുരയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ട് തുംകൂർ റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഓൾമോസ്റ്റ് 49 കിലോമീറ്റർ, അതായത് ഒരു 1.25 മണിക്കൂർ എടുത്തായിരുന്നു. അങ്ങനെ ഹൈവേയിൽ കൂടെ നമ്മൾ ദബാസ്പേട്ട് എത്തിയപ്പോഴത്തേക്കും ഹൈവേയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തത് നർസപുര റൂട്ടാണ്. ആ റൂട്ടിൽ ഒരു 20 കിലോമീറ്റർ, ഏകദേശം 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഉരുടികര എന്നൊരു സ്ഥലത്തെത്തും. അവിടെയാണ് നമ്മൾ DD ഹിൽസിലേക്കുള്ള ഡീവിയേഷൻ വരുന്നത്. ഇനി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത്? ഞങ്ങൾ കാലത്ത് 5 മണിക്കാണ് എണീറ്റ് റെഡിയാകാൻ തുടങ്ങി. റെഡിയാകാമെന്ന് വെച്ചാൽ ഗിയർ അപ്പ്, ക്യാമറ, ഇലക്ട്രോണിക് ഐറ്റംസ് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ പ്രീവിയസ് ഡേയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യണം, പിന്നെ ടയർ പ്രഷർ ചെക്ക് ചെയ്യണം, ഫ്യൂൽ അപ്പ് ചെയ്യണം. പിന്നെ റെഡിയെല്ലാം ആയി കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ, ഏകദേശം 6 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 8:30 DD ഹിൽസിലോട്ട് കയറുന്ന റോഡിന് തൊട്ട് മുൻപേ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നു വിത്ത് പാർക്കിംഗ് സ്പേസ്. തുംകൂർ ഹൈവേ കഴിഞ്ഞ് നഴ്സിപുരയിലുള്ള ടൗൺ റോഡ് ക്രോസ് ചെയ്ത് DD ഹില്ലിലേക്ക് പോകുമ്പോൾ നല്ല സീനിക് വ്യൂസ് ആണ്. അവിടെ യോഗ നരസിംഹ ടെമ്പിളും ഉണ്ട്, ഭോഗ നരസിംഹ ടെമ്പിളും ഉണ്ട്. ഭോഗ നരസിംഹ ടെമ്പിൾ ടൗണിലാണ്. നമ്മളിപ്പോൾ DD ഹിൽസിൽ യോഗ നരസിംഹ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് തൊട്ട് മുൻപ് ഒരു ചെറിയ ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ച് എമൗണ്ട് പേ ചെയ്യണം. അതിനുശേഷം പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ കാർ പാർക്ക് ചെയ്യാം. കാർ കുറച്ച് തൊട്ട് താഴെ ആയിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത്. ബൈക്കാണെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ സ്റ്റെപ്സിൻ്റെ താഴെ വരെ നമുക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഈറ്റബിൾസ് ഉണ്ട്, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു സ്മോൾ ട്രെക്കിംഗ് ചെയ്യാനുണ്ട്. ഒരു ഓൾമോസ്റ്റ് 250 സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് മങ്കീസിനെയൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും. പിന്നെ ടെമ്പിളിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് നല്ല ഹിൽസ്, മൗണ്ടൻസിൻ്റെ ഒക്കെ അടിപൊളി പനോരമിക് വ്യൂവും കിട്ടും. അവിടെയുള്ള ഡയറ്റി ലോർഡ് നരസിംഹയാണ് ലക്ഷ്മി ദേവി. പിന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കുളമുണ്ട് അവിടെ. ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് അല്ല. ഇനി ഈ ട്രിപ്പ് എക്സ്പെൻസ് പറയാനാണെങ്കിൽ ഇതൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് റൈഡായി. അതുകൊണ്ട് വലിയ എക്സ്പെൻസ് അല്ലായിരുന്നു. ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി. ഫ്രം ബാംഗ്ലൂർ നോക്കുവാണെങ്കിൽ ഇത് ഒരു 500 രൂപയുടെ, അതായത് 5 ലിറ്റർ പെട്രോൾ അപ്രോക്സിമേറ്റ്ലി പെർ ബൈക്കായിരുന്നു. കമ്മിങ് ടു നമ്മുടെ ഫുഡ് അടിക്കൽ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 100 രൂപ പെർ ഹെഡ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ കരിമ്പി ജ്യൂസ് കാണുക, അല്ലെങ്കിൽ കോക്കനട്ട് കാണുമ്പോൾ അതിനൊക്കെ വേണ്ടി നിർത്തി ഒരു ചെറിയ സ്നാക്സൊക്കെ ആയിട്ട് 100 രൂപ ആയി. പിന്നെ ലഞ്ച് കുറച്ച് ഹെവി ആയിട്ട് ഒരു ബിരിയാണി അടിക്കാൻ കയറി, അപ്പോൾ ഒരു 150 രൂപ. പിന്നെ പാർക്കിംഗ് ആണെങ്കിൽ എൻട്രി അതിനൊരു 20 രൂപ പെർ ബൈക്കായി. സോ ഇത്ര ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ്. ഈ DD ഹിൽസിനടുത്തായിട്ട് തന്നെ DDയുടെ ഒരു ലേക്കും ഉണ്ട്, അതായത് ദേവരായണ ദുർഗ ലേക്ക്.
ഡീറ്റെയിൽസ് ഇന്നൊരു ഫ്യൂ മിനിറ്റ്സ് ആണ്. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റും. സോ ഈസിലി ആക്സസിബിൾ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബൈക്കിനുള്ള പാർക്കിംഗ് ഉണ്ട്. സോ നമ്മൾ ചെല്ലുമ്പോൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു, ഒരു ബൈക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സോ അവിടെ ആണെങ്കിൽ ലൊക്കേഷൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു ലേക്ക് ഷോർ റൈഡ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു മിനി ഓഫ് റോഡാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കും. സോ ഞങ്ങളാണെങ്കിൽ 2 ക്രൂസർ കൈൻഡ് ഓഫ് വണ്ടിയായിരുന്നു. എൻ്റെ ഒരു മീറ്റിയോറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു റോണിനാണ്. പക്ഷേ ഞങ്ങൾ കൂടാതെ മറ്റുള്ള ഗ്രൂപ്പ്, ഞങ്ങൾക്ക് മുന്നേ വന്ന ഗ്രൂപ്പും അത് കഴിഞ്ഞൊരു ഗ്രൂപ്പും അതിനകത്ത് പല വണ്ടികളുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് എ ടൈഗർ. നമ്മുടെ ട്രൈം ടൈഗറിനെ ഉദ്ദേശിച്ചത്, ടൈഗർ അതുപോലെ തന്നെ ഹിമാലയൻ. സോ അവരൊക്കെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് റൈഡ് ചെയ്ത് അത്യാവശ്യം നല്ല വൈബുള്ള സ്പോട്ടാണ് വെൻ ഇറ്റ് കംസ് ടു ദ ലേക്ക് സൈഡ്. അത്യാവശ്യം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തു. അവിടെ നമ്മൾ പിന്നെ ഒരു തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു മൈതാനം പോലത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, സെയിം ഇടത്ത് തന്നെ പാർക്ക് ചെയ്താൽ മതി. അവിടെ ആണെങ്കിൽ ഇൻ കേസ് വണ്ടി പഠിക്കണോ കൈ തെളിക്കണോ ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ ഈ പറഞ്ഞ ഗ്രൗണ്ടിലാണ് എൻ്റെ വൈഫിന് ബൈക്ക് പഠിപ്പിക്കാൻ കൊടുത്തത്. സോ വിത്തിൻ 5 minutes അവൾ വണ്ടി പഠിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ ടാഗ് ചെയ്യുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നടക്കാനൊക്കെ പോയിരുന്നു. പക്ഷേ ബി കെയർഫുൾ, കാരണം വെച്ചാൽ ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു കുട്ടി പാമ്പൊക്കെ ഞങ്ങളെ ക്രോസ് ചെയ്തു. ഞങ്ങൾ ക്യൂട്ടായി തോന്നി, പക്ഷേ എന്നാലും നല്ല വിഷമുള്ള പാമ്പൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് നടക്കുക. ബി മൈൻഡ്ഫുൾ അബൌട്ട് യുവർ എൻവയോൺമെൻറ്റ്. പിന്നെ അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായി ടു ദ നെക്സ്റ്റ് സ്പോട്ട്. ഇനി നമുക്ക് വേണ്ട ടൂൾസ് ആൻഡ് റിസോഴ്സസ്. ഗിയർ വേണം. അതിൽ ജാക്കറ്റ്, നീ ഗാർഡ്, ബൂട്ട്സ്, ഗ്ലൗസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബാഗ് വേണം, ഹൈഡ്രേഷന് വാട്ടർ, പവർ ബാങ്ക് വേണം, ചാർജിങ് കേബിൾസ് വേണം. ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ട അത്യാവശ്യം റൈറ്റ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഫുള്ളി ചാർജ് ആയിട്ടുള്ള എന്നാൽ ഫുള്ളി സ്റ്റോറേജ് എംപ്റ്റി ചെയ്ത ഫോണും നമ്മുടെ ആക്ഷൻ ക്യാമറ, ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ഒരു ഇൻസ്റ്റാ 360x5 ക്യാമറയാണ്. ഇതൊക്കെ എടുത്തിരുന്നു. പിന്നെ നമ്മൾ റൈഡിങ് ഗിയർ വരുമ്പോഴത്തേക്കും നമ്മൾ ലോങ് റൂട്ട് പോകുന്നതിൽ അത്ര ഹെവി ആയിട്ടല്ല പോയത്. ഇപ്പം റൈഡിങ് പാൻറ്റിന് പകരം നീ ഗാർഡ്സും കാര്യങ്ങളും എടുത്തത്. കാരണം വെച്ചാൽ തൊട്ടടുത്ത ഡെസ്റ്റിനേഷനാണ്. വി ഹാഡ് ടു ബി എ ബിറ്റ് ലൈറ്റർ വെൻ വി മൂവ് അറൗണ്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ റിസോഴ്സസ്. സോ ഫൈനലി ഈ റൈഡ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ബീൻ ഇൻഫോർമേറ്റീവ് ആസ് വെൽ. സോ അടുത്ത റൈഡ് വിശേഷങ്ങളായിട്ട് വി വിൽ ബി കമ്മിങ് സൂൺ ആൻഡ് സീ യു സൂൺ.